ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി. അതിൻ്റെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഫ്രണ്ടിലത്തെ എല്ലാ പാർട്സുകളും തന്നെ, അതായത് ഫ്രണ്ടിലത്തെ ഫോർക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും തന്നെ കംപ്ലൈൻ്റ് ആണ്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ തുരുമ്പിട്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ ബെയറിങ്ങാണ് മെയിനായിട്ട് മാറ്റേണ്ടി വരിക. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഷോക്കിൻ്റെ അടുത്ത് അനുബന്ധിച്ച് വരുന്ന ലിങ്കിൻ്റെ ബുഷുകൾ കംപ്ലൈൻ്റ് ആണ്. ഷോക്കിൻ്റെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഷോക്ക് തന്നെ ബുഷ് പ്രോബ്ലമാണ്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്. ഇത്ര ഐറ്റംസ് ചെയ്താലാണ് നമുക്ക് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ കേട്ടോ. വീൽ ബെയറിങ് പറഞ്ഞ പോലെ പ്ലേ കാണിച്ച് ഒരു സൈഡ് അതിൻ്റെ ബോൾ ഇങ്ങനെ ചെറുതായിട്ട് നല്ല രീതിയിലുള്ള ഷെയ്ക്കായിട്ട് വന്നതാണ്, തുരുമ്പട്ട ഒരവസ്ഥയിലേക്ക് നിൽക്കും. അപ്പോൾ അതും കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. വീൽ ബെയറിങ്, ബുഷ് സെറ്റുകൾ, ഹാൻഡിൽ ബെയറിങ്, ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണവർക്ക് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ കോമ്പി ബ്രേക്ക്, ലെഫ്റ്റ് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് വീലുമേക്ക് ലോഡാവുന്ന ഈ ഒരു കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കേണ്ട. അതിപ്പോൾ മാറ്റണമെന്നില്ല, കാരണം അത് മാറ്റേണ്ടി വരുമ്പോൾ 2 കേബിളും കൂടി മാറ്റേണ്ടി വരും. കാരണം ഫ്രണ്ടിലത്തെയും കൂടിയും ഉണ്ട്, അതേപോലെ തന്നെ വലിഞ്ഞൊരവസ്ഥയിൽ നിൽക്കാം. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ മാറ്റണ്ട, പിന്നീട് ഇപ്പോൾ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. പിന്നീട് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി ടൈറ്റ് ആവുമ്പോൾ, അത് സർവീസിനൊക്കെ കയറുമ്പോൾ കംപ്ലൈൻറ്റ് ആണെങ്കിൽ ആ സമയത്ത് മാറ്റിയാലും മതി കേട്ടോ. ഇപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എമൗണ്ടിലേക്ക് വരും. നിലവിൽ ബ്രേക്ക് കേബിളുമായി ബന്ധപ്പെട്ട ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ ഈ കാണുമ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്തെന്ന് മാത്രം കേട്ടോ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നിലവിൽ വണ്ടിക്ക്. അത് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ബ്രേക്ക് തള്ളുന്ന സമയത്ത് ടൈറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക് പിടിച്ചാൽ കിട്ടാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ചെയ്താലും മതി. ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ കൂട്ടത്തിലൂടെ കംപ്ലീറ്റ് ചെയ്ത് വിടാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഫുള്ളായിട്ട് അയച്ചാലാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ഫോർക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങുകളാണ് നമ്മൾ മാറ്റി കയറ്റേണ്ടത്. ഹാൻഡിൽ ബെയറിങ്ങും അതിനോടനുബന്ധിച്ച് ഷോക്ക് ലിങ്കിൻ്റെ ബുഷുകളും ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളാം. പിന്നെ ബാക്കിലത്തെ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ക്ലാമ്പിട്ട് സെറ്റ് ചെയ്യണ ദിവസമാണ് പറഞ്ഞാണ് പൊട്ടിപ്പോയിട്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യമൊക്കെ വെൽഡ് ചെയ്താണ്, പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൂടി പിടിപ്പിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതേപോലെ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 5-6 മണിയൊക്കെ ആവും. വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വിളിക്കാം കേട്ടോ.